നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു വാർത്ത, ആ ഒരു വാർത്തയാണ് എന്നെ സത്യത്തിൽ ആകർഷിച്ചത്. അപ്പോൾ ആ ഒരു വാർത്ത ഇവിടെ പങ്കുവെക്കാം എന്ന് കരുതുന്നു. നിങ്ങളും ഈ ഒരു വാർത്ത പലയിടത്തുനിന്നായിട്ട് വായിച്ചിട്ടുണ്ടാവും. മുംബൈയിലെ ഒരു F&O ട്രേഡർ, അദ്ദേഹം 1.25 കോടി രൂപ 20 മിനിറ്റ് കൊണ്ട് ലാഭമുണ്ടാക്കി. അപ്പോൾ ഈ ലാഭം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോക്കർ നൽകിയ 40 കോടി രൂപയുടെ മാർജിൻ മണി ഉപയോഗിച്ചിട്ടാണ്. നമുക്കറിയുന്ന പോലെ തന്നെ F&O ട്രേഡിംഗ് നടക്കുന്നത് മാർജിൻ മണി ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഇതിൻ്റെ അകത്തെ വഴിത്തിരിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാഭം ഉണ്ടാക്കിയതിനെതിരെ ബ്രോക്കർ കോടതിയിൽ പോയി ആ ലാഭം തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 40 കോടി രൂപ മാർജിൻ മണി ഈ ട്രേഡർക്ക് നൽകിയത് ബ്രോക്കറേജ് ഫേമിൻ്റെ പ്ലാറ്റ്ഫോമിലുള്ള ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് കൊണ്ട്, സാങ്കേതിക തകരാർ കൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവകാശപ്പെട്ടതല്ലാത്ത ഈ ഒരു മാർജിൻ മണി കൊണ്ട് നേടിയെടുത്ത ഈ ലാഭം അത് തങ്ങളുടേതാണെന്നാണ് അവകാശവാദം. മുംബൈ ഹൈക്കോടതി ഈ അവകാശവാദം തള്ളി ഒരു ഇൻ്ററീം ജഡ്ജ്മെൻറ്റ് ഇറക്കി. അദ്ദേഹത്തിന് ഈ 1.25 കോടി രൂപ കൈവശം വയ്ക്കാം എന്നുള്ളത്. ഈ ഒരു പ്രശ്നം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരാൾ നമ്മുടെ അടുത്ത് ഒരു 1000 രൂപ കടം ചോദിച്ചു വരുന്നു. നമ്മളുടെ നോട്ടക്കുറവ് കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് 10,000 രൂപ അബദ്ധത്തിൽ കൊടുക്കുന്നു. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ ഉടനെ നമ്മൾ ചെന്നിട്ട് ആ പണം തിരിച്ചു വാങ്ങാൻ വേണ്ടി നോക്കുന്നു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കൂടുതലായി കൊടുത്ത 9,000 രൂപ വെച്ച് അദ്ദേഹം ഏകദേശം 3,000 രൂപ ലാഭമുണ്ടാക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ എന്തു പറയുന്നു, നിങ്ങൾ എനിക്ക് ഈ ഒരു കടം വാങ്ങിച്ച 10,000 രൂപ മാത്രം തിരിച്ചു നൽകിയാൽ പോരാ, നിങ്ങൾ 3,000 രൂപ ലാഭം ഉണ്ടാക്കിയത് കൂടി എനിക്ക് തിരിച്ചു തരണം. കാരണം ഞാൻ അബദ്ധത്തിൽ കൂടുതലായി നൽകിയ 9,000 രൂപ വെച്ചിട്ടാണ് നിങ്ങൾ കച്ചവടം ചെയ്ത് ഈ ലാഭം ഉണ്ടാക്കിയത്. അതുകൊണ്ട് മൊത്തം നിങ്ങൾ 13,000 രൂപ തിരിച്ചു നൽകണം. ഇതിന് സമാനമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ നടന്നത്. പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എപ്പോഴും ടെക്നിക്കൽ ഗ്ലിച്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അശ്രദ്ധയോ ഒക്കെ എപ്പോഴും ബ്രോക്കർമാരുടെ അടുത്ത് നിന്ന് വരുമ്പോൾ ബെനിഫിറ്റ് എപ്പോഴും ബ്രോക്കർക്കാണ് പോകാറുള്ളതെന്ന്. ഇത് അതിനൊരു അപവാദമാണ്. ഈ ബ്രോക്കർ കോട്ടാക് സെക്യൂരിറ്റീസ് ആണ്. ബ്രോക്കറുടെ ഈ ഒരു വാദം ന്യായമല്ല എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഒന്നാമത്, സാങ്കേതിക തകരാർ വരുത്തിയത് ഈ ട്രേഡർ അല്ല, ബ്രോക്കർ തന്നെയാണ്. തെറ്റു വരുത്തിയവർ തന്നെ അതിൻ്റെ ഫലം അനുഭവിക്കണമെന്നുള്ളത് ലോക നിയമമാണ്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് മുംബൈ ഹൈക്കോടതിയും നിരീക്ഷിച്ചത്. 40 കോടി രൂപ ബൈ മിസ്റ്റേക്ക് ടെക്നിക്കൽ ഗ്ലിച്ച് കൊണ്ട് അദ്ദേഹത്തിന് മാർജിൻ മണിയായിട്ട് ലഭിക്കുകയും അദ്ദേഹം അത് ട്രേഡ് ചെയ്തിട്ട് 1.25 കോടി രൂപ നഷ്ടമുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ആ 1.25 കോടി രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾ ഈടാക്കുമല്ലോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ സാങ്കേതിക തകരാർ മുഖേന ലഭിച്ച മാർജിൻ മണി ആണെങ്കിലും അല്ലെങ്കിലും വെറും പണം ഇരുന്നാൽ ലാഭം ഉണ്ടാവുകയില്ലെന്നും ട്രേഡ് ചെയ്തയാളുടെ ആ ഒരു സ്കില്ല് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതാണെന്നും അതുകൊണ്ട് ഈ പണം അദ്ദേഹത്തിന് അവകാശപ്പെട്ടത് തന്നെയാണ് എന്നുമാണ് കോടതി വിധിച്ചത്. രസകരമായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം 1.25 കോടി രൂപ ലാഭം ഉണ്ടാക്കിയപ്പോൾ കോട്ടാക് സെക്യൂരിറ്റീസ് ഇദ്ദേഹത്തെ സമീപിച്ച് 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. 1,75 ലക്ഷം രൂപ തിരിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ട് കോടതിക്ക് പുറത്തു വെച്ച് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങിയില്ല. അതുകൊണ്ടാണിത് കോടതി വരെ എത്തിയത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് വെറും 3,175 രൂപ 65 പൈസയായിരുന്നു. കോട്ടാക്കിൻ്റെ സെക്യൂരിറ്റി ഗ്ലിച്ചസ് കൊണ്ട് ഇദ്ദേഹത്തിന് ഒരു 40 കോടി രൂപ മാർജിൻ മണിയായിട്ട് അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതിനെ തുടർന്ന് അദ്ദേഹം 94 കോടി രൂപയുടെ മൊത്തം F&O ട്രേഡ് നടത്തി. ഇതിനെ തുടർന്ന് നമ്മൾ മേൽപ്പറഞ്ഞതുപോലെ ലാഭങ്ങളും നഷ്ടങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായി. പക്ഷേ ദിവസം അവസാനിച്ചപ്പോൾ അദ്ദേഹത്തിന് 1.25 കോടി രൂപ ലാഭം എന്ന രീതിയിലാണ് വന്നത്. അദ്ദേഹത്തിന് ഈ ട്രേഡുകളുടെയൊക്കെ കോൺട്രാക്ട് നോട്ടും ലഭിച്ചു. പക്ഷേ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഒരു 1.83 കോടി രൂപ കാണാനില്ല. കാരണം ബ്രോക്കർ അത് റിവേഴ്സ് ചെയ്തു. ഇതിനെ തുടർന്ന് അദ്ദേഹം കോട്ടാക് സെക്യൂരിറ്റീസിൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്തു. എന്നിട്ട് ഇതിനൊരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് വേണ്ടി നോക്കി. പക്ഷേ അവർ അതിനൊന്നും കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അദ്ദേഹം NSEയുടെ ഇൻവെസ്റ്റർ സർവീസസ് സെല്ലിൽ കംപ്ലയിൻറ്റ് ലോഡ്ജ് ചെയ്തു. ഗ്രീവൻസ് റീഅഡ്രസസ് സെല്ല് അദ്ദേഹത്തിൻ്റെ പരാതി തള്ളിക്കളഞ്ഞു. ഇതിനെ തുടർന്ന് അദ്ദേഹം ആർബിട്രൽ ട്രിബ്യൂണലിൽ പോയി. അവരും ഈ ഒരു അദ്ദേഹത്തിൻ്റെ ക്ലെയിം തള്ളിക്കളഞ്ഞു. അദ്ദേഹം പിന്നീട് NSE അപ്പലേറ്റ് ഫോറത്തിൽ പോയി. അപ്പലേറ്റ് ഫോറം അദ്ദേഹത്തിന് 1.25 കോടി രൂപ 12% പലിശയോടുകൂടി തിരിച്ചു നൽകാൻ ഉത്തരവിട്ടു. ഇത് ഈടാക്കാനായിട്ട് കോട്ടാക് സെക്യൂരിറ്റീസിൻ്റെ എക്സ്ചേഞ്ചിലുള്ള ഡ്യൂസ് അക്കൗണ്ടിൻ്റെ അകത്തു നിന്നും 2 കോടി രൂപയോളം ഡിഡക്റ്റ് ചെയ്തു.
ഇതിനെതിരെ കോട്ടാക് സെക്യൂരിറ്റീസ് ബോംബെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഇതാണ് ഈ ഒരു കേസിൻ്റെ നാൾവഴികൾ. ആ ഒരു കേസിലാണ് ട്രേഡറായിട്ടുള്ള രാജഗുരുവിന് അനുകൂലമായിട്ടുള്ളൊരു വിധി. അതൊരു ഇൻട്രീം ജഡ്ജ്മെൻ്റാണ്, ഇടക്കാല വിധിയാണ് രാജഗുരുവിന് അനുകൂലമായിട്ട് ലഭിച്ചത്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് കോടതി ഈ ഒരു ഇടക്കാല വിധിയിലൂടെ നിരീക്ഷിച്ചത്. ഒന്നാമത്തെ കാര്യം, 1.25 കോടി രൂപ ഈ ഒരു ട്രേഡർ ലാഭമുണ്ടാക്കിയതിലൂടെ ബ്രോക്കർക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, മാർജിൻ മണി എടുത്തിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളത് നിയമപ്രകാരം സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നൈപുണ്യം ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് ലാഭമുണ്ടാക്കി. മൂന്നാമത്തെ കാര്യം, ഈ ട്രേഡുകളൊക്കെ ആദ്യം കോട്ടാക് സെക്യൂരിറ്റീസ് നിയമവിധേയമാണ് എന്നുള്ളത് തത്വത്തിൽ അംഗീകരിച്ചതോടുകൂടിയാണ് ഒരു കോൺട്രാക്റ്റ് നോട്ട് ഈ ഒരു നിക്ഷേപകന്, ഈ ഒരു ട്രേഡർക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ലാഭത്തിന്മേൽ ബ്രോക്കർ പിന്നീട് അവകാശവാദം ഉന്നയിക്കുന്നത് അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അന്യായമാകും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ചൂണ്ടിക്കാട്ടിയത്. എന്തൊക്കെ പറഞ്ഞാലും ഇത് അനുവദിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഭാവിയിലേക്ക് വരാനിരിക്കുന്ന ഇതേപോലെയുള്ള സമാനമായിട്ടുള്ള പല ഡിസ്പ്യൂട്ടുകൾക്കും ഇതൊരു പ്രസിഡൻസ് ആയിട്ട് ചൂണ്ടിക്കാട്ടിയേനെ പല കോടതികളിലും. എന്തായാലും ഫെബ്രുവരി വരെ കാത്തിരിക്കാം ഇതിൻ്റെ അന്തിമ വിധിക്കായിട്ട്. കാര്യമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് കോട്ടാക് സെക്യൂരിറ്റീസ് ബ്രോക്കറുടെ പേരും ഇപ്പോൾ മാധ്യമങ്ങളിലും ഒക്കെ ചർച്ചാ വിഷയമായതുകൊണ്ട് തന്നെ വെറും 1.25 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് മൊത്തം ബിസിനസ്സും ഗുഡ്വില്ലും ബലി കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണുക തന്നെ വേണം. ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ തട്ടിപ്പുകളൊക്കെ പല ബ്രോക്കേഴ്സും ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. അത് GSTയുടെ പേരിലായാലും ശരി, ബ്രോക്കറേജ് പറയാതെ വർദ്ധിപ്പിക്കുന്ന കേസിലാണെങ്കിൽ ശരി, ആദ്യകാലങ്ങളിൽ 0% ബ്രോക്കറേജ് എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെയും പറയാതെയും ഞങ്ങൾക്ക് വളരെയധികം ചിലവുകൾ വരുന്നു, അതുകൊണ്ട് ബ്രോക്കറേജ് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടും ഇത്തരത്തിലുള്ള ചെറിയ തട്ടിപ്പുകൾ മുതൽ വലിയ തട്ടിപ്പുകൾ വരെ നടത്തുന്നവരുണ്ട്. പക്ഷേ പലപ്പോഴും നിക്ഷേപകർ അതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയാറില്ല എന്ന് മാത്രം. കാരണം 10-25 രൂപ വീതം ഒരു ദിവസം തട്ടിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ അതൊന്നും ആരും അത്ര കാര്യമായിട്ട് നോക്കാറില്ല. പക്ഷേ ബ്രോക്കറെ സംബന്ധിച്ച് കോടികൾ ട്രേഡുകൾ നടത്തുമ്പോൾ 20 രൂപ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ അകത്തും 20 രൂപ ഉണ്ടെങ്കിൽ 20 കോടി രൂപയാണ് എന്നൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നു. പലതുള്ളി പെരുവെള്ളം പോലെ. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.